നമസ്കാരം. 2025 രാഹുകേതു മാറ്റം കുംഭം രാശി അഥവാ കുംഭം ലഗ്നം ജനിച്ചവർക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ രാഹു നിങ്ങളുടെ 1-ാം ഭാവത്തിലൂടെയും കേതു നിങ്ങളുടെ 7-ാം ഭാവത്തിലൂടെയുമാണ് ട്രാൻസിറ്റ് ചെയ്യുന്നത്. 1-ാം ഭാവം എന്നത് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ, നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ, അതുപോലെ സമൂഹത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു, സമൂഹം നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഭാവമാണ്. 7-ാം ഭാവം എന്നത് നിങ്ങളുടെ മാരേജിനെ, റിലേഷൻഷിപ്പിനെ, ബിസിനസ് പാർട്ട്ണർഷിപ്പിനെ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഭാവമാണ്. ഈ ട്രാൻസിറ്റ് പൊതുവെ നിങ്ങൾക്ക് അത്ര അനുകൂലമല്ല. എന്നിരുന്നാൽ കൂടി ഈ ട്രാൻസിറ്റിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലിലായിരിക്കാം, നിങ്ങളുടെ സംസാരത്തിലായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ഓവറോൾ ലുക്സിലും പേഴ്സണാലിറ്റിയിലും ഒരു ചേഞ്ച് വരുന്നതാണ് നിങ്ങൾക്ക്. പുതിയ പ്രൊജക്റ്റുകളൊക്കെ ലഭിക്കാനും പുതിയ ആൾക്കാരുമായി പരിചയപ്പെടാനും അതുപോലെ പുതിയ ബിസിനസ് ഡീൽസ് ഒക്കെ വന്നു ചേരാനും ഇടയുള്ള ഒരു ടൈമാണിത്. പക്ഷേ എന്നിരുന്നാൽ കൂടി രാഹു ഇവിടെ ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആരെയും കഴിവതും അമിതമായി വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ അനാവശ്യമായ ടെൻഷൻസ് ഒരുപാട് വരുന്ന ഒരു ടൈമായിരിക്കും ഇത്. എന്നും എന്തെങ്കിലും തരത്തിലൊക്കെയുള്ള ടെൻഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകാനിടയുള്ള ഒരു ട്രാൻസിറ്റാണിത്. നിങ്ങളുടെ ആത്മധൈര്യം വർദ്ധിക്കുകയും നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ബോൾഡ് ആകുന്ന ഒരു ടൈമാണിത്. വർക്ക് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതെങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ അത് സക്സസ്സിലേക്ക് കൊണ്ടുവരാം, അതിനായി എന്തൊക്കെ ചെയ്യണം, ഈ കുറച്ച് തോട്ട്സിലായിരിക്കും നിങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ട്രാൻസിറ്റിൽ. ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഒക്കെ ഒരു സെപ്റ്റംബർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നാം. പൊതുവെ ലഗ്നത്തിലെ രാഹു അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസിറ്റിൽ രാഹു നിങ്ങൾക്ക് സഡൻ നെയിം, ഫെയിം ഒക്കെ കൊണ്ടുതരുന്ന ഒരു ടൈമാണ്. പക്ഷെ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ജാതകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ജാതകത്തിൽ നിങ്ങളുടെ രാഹുവിൻ്റെ പൊസിഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൽപ്പേര് സമൂഹത്തിൽ ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ്. പക്ഷെ അതേസമയം രാഹുവിൻ്റെ പൊസിഷൻ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ ഈ ട്രാൻസിറ്റിൽ ദുഷ്കീർത്തി കേൾക്കാനും ഇടയുണ്ട്. അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ജാതകത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പൊതുവിൽ ഒരു 50% ആൾക്കാർക്കും അത്യാവശ്യം നെയിമും ഫെയിമും എല്ലാം കൊണ്ടുതരുന്ന ഒരു ട്രാൻസിറ്റാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസിറ്റിൽ തീർച്ചയായും നിങ്ങൾ ഭദ്രകാളി പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കുടുംബ പരദേവതയെയും നന്നായി പ്രാർത്ഥിക്കണം. കാരണം സമൂഹത്തിൽ നിങ്ങളുടെ ഇമേജിന് ഒരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല ഈ ലഗ്നത്തിൽ രാഹു നിൽക്കുമ്പോൾ 7-ാം ഭാവത്തിലായിരിക്കും കേതു. ഇത് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ടൈമാണ്. വിവാഹ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനും പരസ്പരം കുറ്റപ്പെടുത്താനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്നതുമായ ഒരവസ്ഥയൊക്കെ വന്നു ചേരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രേക്കപ്പ്, സെപ്പറേഷൻ ഇതിനൊക്കെ ഇടയാക്കുന്ന ഒരു ട്രാൻസിറ്റാണിത്. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ദേവിയെ നന്നായി ഉപാസിക്കേണ്ടത് ഈ ഒരു ടൈമിൽ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. ഇനി വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിലൊന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ, അത് ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം. എന്തെങ്കിലും രീതിയിൽ സെപ്പറേറ്റഡ് ആയി നിൽക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കഴിവതും ഇമോഷൻസിൻ്റെ ബേസിസിൽ നിങ്ങളൊരു ഡിസിഷൻ ഈ ഒരു ട്രാൻസിറ്റിൽ എടുക്കാതിരിക്കുക. ലോജിക്കലി തിങ്ക് ചെയ്ത് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത്. പ്രത്യേകിച്ചും സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നന്നായി ആലോചിക്കുക. കാരണം ഈ ഒരു ട്രാൻസിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഞാനെടുത്ത തീരുമാനം തെറ്റായി പോയി അല്ലെങ്കിൽ എനിക്കത് ക്ഷമിക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥയിലോട്ട് അത് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ കഴിവതും ലോജിക്കലി തിങ്ക് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകൾ ക്ഷമിക്കുക. ടോട്ടലി മാരേജ് അല്ലെങ്കിൽ ലവ്, ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ഈ ഏരിയയിലൊക്കെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ദേവിയെ നന്നായി ഉപാസിക്കുക. നിങ്ങളുടെ കുടുംബ പരദേവതയെയും പ്രീതിപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.